ഇവിടെ ഡൽഹിയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര നല്ല അടിപൊളി മഴ കാണുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഞാൻ വെതറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡൽഹിയിലൊക്കെ നല്ല മുട്ടൻ ചൂടാണെന്നൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ നല്ല മഴയുണ്ട്, കാലാവസ്ഥ ഒന്ന് തണുത്ത് തുടങ്ങിയാണ് ഡൽഹിയിൽ. പക്ഷെ ഡൽഹീൻ്റെ അവസ്ഥ സത്യം പറയാമല്ലോ, എനിക്ക് ഡൽഹി തീരെ അങ്ങോട്ട് പിടിച്ചില്ല. ഞങ്ങൾ ഇന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും, ഇത് മഴയൊന്നും കഴിഞ്ഞാൽ സ്ഥലങ്ങളൊക്കെ നന്നുണ്ടോ എന്ന് അന്നേരം പറഞ്ഞാൽ. പക്ഷേ ഒരു സിറ്റി ആയിട്ട് എനിക്ക് ഡൽഹി തീരെ ഇഷ്ടപ്പെട്ടില്ല, അതാണ് സത്യം. ഇപ്പം ഞങ്ങൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ സ്ഥലമൊക്കെ കാണണം. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്. റൂമൊക്കെ നല്ലതാണ്. പക്ഷേ സത്യം പറയാമല്ലോ, ഡൽഹി പട്ടി ശോക സ്ഥലം കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയിട്ടില്ല. ചില ഏരിയയിലൊക്കെ ഭയങ്കര ശോകമാണ്. ആ ഒരു ഏരിയയുടെ വൈബും ഭയങ്കര ശോകം. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഡൽഹിയിലെ ചില സ്ഥലങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ചില സ്ഥലങ്ങൾ ഭയങ്കര മോശമാണ്. അതിൽ പോകാൻ തന്നെ മടുക്കുന്നത്. ഞങ്ങൾ എടുത്ത റൂം കൊള്ളാം, പക്ഷെ ഏരിയ ഭയങ്കര മോശം. ഇത് റോഡാണോ അല്ല പശുത്തൊഴുത്താണോ അറിയില്ല. എത്ര പശു ഇത്! ഞാൻ വരുന്ന വഴിക്കൊരു 4-5 കണ്ടു. ഇപ്പോൾ റോഡിൻ്റെ സെൻറ്റർ നിറച്ചും പശു. എന്തുവാ ഇത്? ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓട്ടോക്കാരെ സ്പീഡിലുള്ള പോക്കും ഭയങ്കര. ഡൽഹിയിൽ വന്നാൽ ഞങ്ങൾ ഓട്ടോ റൈഡ് എന്തായാലും എടുക്കണം. വൻ സീനാണ്. ഓൻ കൊണ്ടുപോയി ആരക്കോ നെഞ്ചത്ത് കുത്തിക്കാൻ പോകും. എങ്ങനെയൊക്കെയോ ആണ് ഇവിടെ ഓട്ടോക്കാരൊക്കെ ഓട്ടോ ഓടിച്ച് പോകുന്നത്. പക്ഷെ ചില സ്ഥലം കേട്ടോ അതുപോലെ ഉള്ളത്. ചില നല്ല സ്ഥലങ്ങളും ഉണ്ട്. മോസ്റ്റ്ലി സിറ്റി സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും പിന്നെന്താ പറയുക, മെട്രോ ഇത് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലം തീരെ അൺഅക്സെപ്റ്റബിൾ. അതായത് ഒരു ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥലം നമ്മളെങ്ങനെ വിചാരിക്കുന്നു, അതായത് എങ്ങനെ പാടില്ല എന്ന് വിചാരിക്കുന്നു, അതുപോലെയൊക്കെയാണ് ഡൽഹി ചില സ്ഥലമൊക്കെ. ഞങ്ങൾ മണാലിയിൽ നിന്ന് വന്ന ക്ഷീണം കൊണ്ട് വൈകുന്നേരമാണ് ഡൽഹി കാണാൻ വിചാരിച്ചത്. ഇപ്പോൾ ഡൽഹി കാണാൻ ഇറങ്ങിയാണ്. തൊട്ടടുത്തൊരു മെട്രോ ഉണ്ട്, അപ്പോൾ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ എത്തിയിട്ട് ഇനി കാണാം. ഡൽഹിയിലൊരു മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണത്. ഇവിടെ മുടി കിട്ടുന്ന സ്ഥലമൊക്കെ റോട്ടുമ്പോൾ തന്നെ അവരൊക്കെ ചെളിയാണ് ഫുള്ള്. ഒരു മഴ പെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് പോരാത്തതിന് ഇവിടെ മുട്ടൻ ട്രാഫിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മഴവെള്ളം ചവിട്ടാണ്ട് പോവും വേണം. ഭയങ്കര അവസ്ഥ തന്നെ. ബായിക്ക് ഹെൽമെറ്റ് ഇടാണ്ട് ഇതിലൊക്കെയാണ് ഗേറ്റ് എടുക്കണേ. വൻ സീൻ സ്ഥലം, സീന്. ഞങ്ങൾ മെട്രോക്ക് പോകണമെന്ന് വിചാരിച്ച റൂട്ടിൽ ഫുള്ള് വെള്ളമാണ്. എന്താ ചെയ്യാന്നറിയില്ല, നോക്കട്ടെ. മുട്ടൻ ട്രാഫിക്കും അതിൻ്റെ ഇടയിൽ ഈ വെള്ളവും എല്ലാം കൂടെ ആയിട്ട് ഒരു മഴ പെയ്തപ്പോഴേക്ക് ഡൽഹിയിലെ അവസ്ഥയാണ് ഇതൊക്കെ. ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. മെട്രോ തപ്പി ഇറങ്ങിയാണ്. സംഭവം ഗൂഗിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങണ നേരത്തെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഭയങ്കര ക്രൗഡഡാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. നിലത്തൊക്കെ വെള്ളമാണ്. ഇത് എന്താ സംഭവം? മഴ ചെയ്തുകൊണ്ടാണോ സംഭവം ഇങ്ങനെ വരുന്നത് അറിയില്ല. ഉള്ള ആളാണ്. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇത് റെയിൽവേയുടെ ടോപ്പ് വ്യൂ ആണ്. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും. ഇവിടെ വേറൊരു ഉപകാരം എന്താ വെച്ചാൽ മെട്രോ കുറച്ച് ദൂരത്താണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലുള്ള സൈനേജ് ബോർഡ്സ് അത്യാവശ്യം വൃത്തിയുണ്ട്. എവിടേക്കാണ് മെട്രോ എന്നുള്ള വൃത്തിയിൽ സൈനേജ് ബോർഡ്സ് വൈസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അവിടെ കണ്ട ഒരു സൈനേജ് ബോർഡ് ഉണ്ട്. ആ ബോർഡ് വെച്ചിട്ട് മെട്രോ എവിടെയാന്നുള്ള ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഉപകാരമുണ്ട്. ഇവിടുത്തെ സ്ഥലം വൃത്തിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ലേശം വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ജമാ മസ്ജിദ്. ഞങ്ങൾ ഇവിടേക്ക് എത്തി. മെട്രോ വഴിയാണ് എത്തിയത്. മെട്രോ യൂസ് ചെയ്തോളൂ ഡൽഹിക്ക് വന്നാൽ. അല്ലെങ്കിൽ ഊബർ അല്ലാണ്ട് ഓട്ടോക്കാരുടെ അടുത്തൊക്കെ പോയാൽ വൻ തട്ടിപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ എൻട്രൻസും കാര്യങ്ങളും. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ ഭയങ്കര എന്താ പറയുക, ഒരു ആഡംബരം ലക്ഷറിയസ് തിങ്ങൊക്കെ കാണുന്ന ഒരു ഫീലാണ് ഇവിടെ കയറുമ്പോൾ. നമ്മൾ ജമാ മസ്ജിദിൻ്റെ ഫ്രണ്ട് സൈഡിലുണ്ട്. ഉള്ളോട്ട് നമ്മൾ കയറുന്നില്ല. പക്ഷേ ഫ്രണ്ട് സൈഡിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആർക്കിടെക്ചർ വൈസ് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. പക്ഷെ ഇവിടെ അത്രയും തിരക്കുണ്ട്. ആൾക്കാർ വൈസ് നല്ല തിരക്കുണ്ട്. കാണാൻ പുറത്ത് ആണെങ്കിലും ഇതിൻ്റെ ആർക്കിടെക്ചർ വൈസ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാണ് ജമാ മസ്ജിദ്. ഇത്രയും തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള പ്ലേസാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഒന്നും അറിയില്ല എന്ന് പറയുന്ന മോശമല്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായ ഒരു സത്യം. ഷാജഹാൻ ബിൽഡ് ചെയ്താണിത്. ഇതും റെഡ് ഫോർട്ടും ഷാജഹാൻ്റെ ബിൽഡിൽ വന്നാണ്. താജ്മഹലും പുള്ളി തന്നെ ഉണ്ടാക്കി. ഇത് 1600-കളിൽ ബിൽഡ് ചെയ്തെടുത്ത പ്രോപ്പർട്ടിയാണ് ഇത് ജമാ മസ്ജിദ്. അത്രയും വർഷത്തെ പഴക്കമുണ്ട്. ആ ഒരു ആർക്കിടെക്ചർ മാർവലസ് ഈ ഇതിലും കാണാനുണ്ട്. ബിൽഡിങ്ങിന് മുകളിലുള്ള ആ ചെറിയ ചെറിയ വർക്ക്സ് ആയിക്കോട്ടെ, ഡീറ്റെയിലിംഗ് ആയിക്കോട്ടെ. പിന്നെ ഫുൾ അറബിക്കിലാണ് എഴുതി. എനിക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ ഡൽഹി വരികയാണെങ്കിലും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ജമാ മസ്ജിദ്, എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് മാത്രമല്ല, ഈ സൈഡ് വ്യൂ ആണെങ്കിലും നല്ല രസമുള്ള പരിപാടിയാണ്. പുറത്തുനിന്ന് കാണുന്ന ഈ വ്യൂ ആണെങ്കിലും നല്ല രസമുള്ള വ്യൂ ആണ്. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. നല്ല ആൾത്തിരക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഡൽഹി വന്നാൽ മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സ്ഥലം ഇൻ മൈ ഒപ്പീനിയൻ. ഡൽഹിയിലെ ട്രാഫിക് ഭയങ്കര ടെറിബിളാണ്. കുറേ നല്ല രീതിക്ക് വണ്ടി അവിടെ ഇവിടെയും നിൽക്കുന്നുണ്ട്. തീരെ ഇപ്പോൾ നടക്കാൻ പോലും ഗ്യാപ്പില്ലാത്ത അവസ്ഥയാണ് ഡൽഹിയിലെ ട്രാഫിക്കിൽ. നല്ല തിക്കായിട്ടുള്ള ട്രാഫിക്. എവിടെ നോക്കിയാലും ഇതേ അവസ്ഥ തന്നെ. പിന്നെ വൃത്തി എന്ന് പറഞ്ഞത് ഒന്നും പറയണ്ട, ഭയങ്കര വൃത്തിയാണ്.
ഞങ്ങളിപ്പോൾ ജമാ മസ്ജിദ് കണ്ടിട്ട് റെഡ് ഫോർട്ട് കാണാൻ പോവാണ്. റെഡ് ഫോർട്ട് കാണണം എന്നല്ലേന്ന് ശരിക്കും ഐഡിയ. ജമാ മസ്ജിദ് കഴിഞ്ഞിട്ട് ഇന്ത്യ ഗേറ്റ് പിടിക്കാനായിരുന്നു ഐഡിയ. മെട്രോ പിടിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലായത് ജമാ മസ്ജിദിന്റെ തൊട്ടടുത്താണ് റെഡ് ഫോർട്ട്. സോ റെഡ് ഫോർട്ട് മിസ് ചെയ്യാണ്ട് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ റെഡ് ഫോർട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് കുറേ സാധനം വിൽക്കുന്നുണ്ട്. ഇവിടെ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ തുണി, ടീഷർട്ട്, പാൻസ് എന്തൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം വില കുറവുള്ള സാധനങ്ങളാണ്. ഒന്നിനും വലിയ വിലയൊന്നും പറയുന്നില്ല. ഞാൻ ചെക്ക് ചെയ്ത് കൊടുത്തോളാം. എയർപോർട്ട്സിൻ്റെ കോപ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ എയർപോർട്ട്സിൻ്റെ കോപ്പിക്കൊക്കെ 1000 പറയും. ഇവിടെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 500 പറയുന്നത്. പക്ഷേ ഒരു ചങ്ങായി വില പേശിയിട്ട് 400 വാങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഏകദേശം റെഡ് ഫോർട്ട് എത്താനായി. ഇവിടുന്ന് ഒരു ക്രോസ് ചെയ്യേണ്ട പോയിന്റ് ഉണ്ട്, അവിടുന്ന് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. റെഡ് ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും കയറുന്നില്ല. ഞങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ട്രൈ ചെയ്യാം. ഒരു അമ്പലമുണ്ട്, അത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. ഞങ്ങൾ ജസ്റ്റ് റെഡ് ഫോർട്ടിലേക്ക് ക്രോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് സൈഡ് ഓഫ് ദ റെഡ് ഫോർട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെയും ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്നും എനിക്ക് വലിയ ധാരണ ഇല്ല. അപ്പോൾ അതും ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് റെഡ് ഫോർട്ടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. കുറച്ചും കൂടി നടന്നു വന്നാൽ കാണാൻ പറ്റുന്ന വ്യൂ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ പ്രാവുകളും കിളിയുടെ ശബ്ദങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ അത്യാവശ്യം പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ആ സൈഡിലേക്ക് നടന്നു പോയിട്ട് എന്തുകൊണ്ട് അവിടേക്ക് ഞാൻ പോയില്ല. അവിടെ പോയിട്ട് എന്താകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതാണ് വൈബ്. ആ ഒരു സൈഡ് വ്യൂ ഒക്കെ ആയിട്ട് വേണം ഇവിടെ ഇരിക്കുക. അവിടെ കമ്പിയൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ ഇരിക്കുന്നുമുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ ഇരുന്നിട്ട് വേണം ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഒരു സൈഡിലേക്ക് നടക്കുക. എന്തിനാണ് നടക്കണതിന് വലിയ ധാരണയൊന്നുമില്ല. എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. സംഭവം അവിടെ എന്തോ കാണാൻ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. ഈ സംഭവം എൻട്രൻസ് ഉണ്ടോ, ടിക്കറ്റ് ചാർജ് ഉണ്ടോ, ഇല്ല എങ്ങനെയാണ് വഴിയെന്നൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. വലിയ വലിയ ചുറ്റുമതിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അകത്ത് കയറാൻ പറ്റുമോ നോക്കാം. കുറേ ആൾക്കാർ ഈ ഭാഗത്തേക്ക് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടത് റെഡ് ഫോർട്ടിലൊരുത്തും സാധിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഡൽഹി ആൾക്കാർക്ക് വിവരം എന്നൊക്കെ പറഞ്ഞ സാധനം എവിടെയാണ് എന്താണ് അതൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. അവർ എല്ലാവരും അല്ല സത്യം പറയാമല്ലോ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ അത്യാവശ്യം സെൻസിബിളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതുപോലത്തെ കുറച്ച് ആൾക്കാരാണ് ഈ ഡൽഹിനെ മോശപ്പെടുത്തുന്നത്, ഇല്ലാണ്ടാക്കണേ. ഇത്രയും ഇത്രയും ഫേമസ് ആയിട്ടുള്ള പ്ലേസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവില്ല. എല്ലാ കാര്യം പറയുകയാണെങ്കിൽ നമ്മളേതായാലും അകത്തേക്ക് നടക്കാൻ പോവുകയാണ്. നോക്കാം നമുക്ക് എന്താ അവസ്ഥ, ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എനിക്കറിയില്ല. ഈ സ്ഥലത്തിനെ കുറിച്ച് വലിയ ധാരണ സത്യം പറയണേ. ആകെ അറിയണ ഒരു കാര്യം, അവിടെ പോയി ജമാ മസ്ജിദ് ആരാ ഉണ്ടാക്കിയെന്ന് നോക്കിയപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഇതും ഷാജഹാൻ ഉണ്ടാക്കിയെന്നുണ്ട്. അപ്പോൾ ഇത് ഷാജഹാൻ ഉണ്ടാക്കിയെന്ന് അറിയാം, വേറെ ഒന്നും അറിയില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നടക്കണ വഴിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് മരങ്ങളുണ്ട്. സത്യം പറയല്ലോ, ഒരു ഉച്ചക്കൊക്കെ വരുന്നവർക്ക് അത് ഭയങ്കര ഒരു ഹാപ്പിലി തിങ് ആയിരിക്കും. വെയിലൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ അടിയിലിരിക്കാം. നമ്മൾ നടന്നൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അകത്ത് കയറി നോക്കാം എന്താ അവസ്ഥ എന്ന്. നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിക്കണം. എനിക്ക് അറിയില്ല അവിടുത്തെ ടൈം കഴിഞ്ഞതാണോ എന്താ സംഭവം എന്ന്. ആരും അകത്ത് കയറുന്നതായിട്ടില്ല. അകത്ത് കയറാൻ തന്നെ പറ്റൂലേ അങ്ങനെയൊന്നും അറിയില്ല. ആരും അകത്ത് കയറുന്നൊന്നുമില്ല. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെ നടന്നു പോകുന്നേ ഉള്ളൂ. സോ നമ്മളും പുറത്തേക്ക് പോവുമായിരിക്കും മിക്കവാറും. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റൂലെന്ന് തോന്നുന്നു. നമ്മളെ ജസ്റ്റ് പുറത്ത് കൂടെ എന്താ സംഭവം ടൈം കഴിഞ്ഞാണോ അല്ലെ പൊതുവേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല അങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇത് കണ്ടിട്ട് പോവാണ് ഇവിടുന്ന്. ഇവിടെ വന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. വൈകുന്നേരം 5 മണി വരെയാണ് കാണാൻ പറ്റുക. സോ നിങ്ങൾ ജമാ മസ്ജിദ് കാണാൻ വരുന്നതിന് മുന്നേ റെഡ് ഫോർട്ട് കാണാൻ വരിക. 5 മണിക്ക് മുന്നേ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റും. ടിക്കറ്റ്സ് വരുന്നത് ഫോറിനേഴ്സിന് കൂടുതലാണ്. പൊതുവേ അവരുടെ ക്യാഷിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ട് വെച്ചതായിരിക്കും. നല്ല ക്യാഷ് ഉണ്ട് ഫോറിനേഴ്സിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യക്കാർക്ക് കുറവാണ്. എന്നാലും കുറച്ച് ചാർജ് ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ 5 മണിക്ക് മുന്നേ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറാം. സ്റ്റാർട്ടിംഗ് ടൈം 9 മണിയാണ്. സോ വരുമ്പോൾ രാവിലെ 9 to 5 ഉള്ളിൽ വന്നിട്ട് റെഡ് ഫോർട്ട് കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ വന്നത് 7 മണിക്കാണ്. ഇവിടുത്തെ 7 മണി എന്നൊക്കെ പറയുന്നത് നമ്മളെ നാട്ടിൽ 5:30 മാതിരിയാണ്. അതുകൊണ്ട് വെളിച്ചം കണ്ടാരും തെറ്റിയിരിക്കേണ്ട. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഉള്ളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണണമെന്നുണ്ടെങ്കിൽ ബൈ ദ ടൈം ഒരു 5 മണീൻ്റെ അകത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമ്മൾ ഏതായാലും ഇവിടുന്ന് പോവാണ്. താങ്ക് യു. ഓക്കെ, ഇപ്പം തന്നെ നല്ല സമയമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഏതായാലും പോവാണ്. അപ്പോൾ രാത്രി അയക്കണം. ഇവിടുത്തെ 7 മണിയാണിത് സമയം. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ റെഡ് ഫോർട്ട് കയറാൻ ശ്രമിച്ചു, പക്ഷേ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് 5 മണി വരെ വിസിറ്റിംഗ് ടൈം ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വീഡിയോ കാണാം. ബൈ. ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡ് ഫോർട്ട് കണ്ടിട്ട് തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു വൃത്തിയുള്ള പാനിപ്പൂരിക്കട കണ്ടപ്പോൾ ഓക്കെ നമ്മളെ നാട്ടിലത്തെ മാതിരി ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിച്ച് കയറി. ഇന്ത്യക്കാരത്ത് അടിപൊളി കഴിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് സേവ് പൂരി ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു. അപ്പോൾ അവിടെ സേവ് പൂരിയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി തൈരൊക്കെ ഒഴിച്ചിട്ടാണ് സേവ് പൂരി അന്ന്.
എരി തൈരോ ഇതെന്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് കഴിച്ചതാണ്. സത്യം പറയല്ലോ, ഷൊണ്ണ സാധനം എന്നൊക്കെ വെച്ചാൽ ഷൊണ്ണ സാധനം. സത്യം പറയണ നോർത്ത് ഇന്ത്യ വന്നാൽ നിങ്ങൾക്ക് ഫുഡൊന്നും അങ്ങനെ പിടിക്കൂലെങ്കിൽ അധികം വാങ്ങി ട്രൈ ചെയ്യാൻ നിൽക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫുഡ് എടുത്ത് കളയുന്നത്. അത്രക്കും അത് പിടിക്കായിട്ട് വായിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ തീർന്നിക്കണം. എന്നിട്ട് ആ തുപ്പി ഒഴിവാക്കിയത് അത് ഞാനിതാ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഫുഡും വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാറില്ല, പക്ഷേ കഴിയുന്നില്ല. ഫസ്റ്റ് വായ വെച്ചപ്പോൾ തന്നെ ഞാൻ തീർന്നു. 60 റുപ്യ നല്ല തട്ടിപ്പ് പ്രൈസ്. നമ്മളെ നാട്ടിൽ 40 റുപ്യക്ക് സേവ്പൂരിയൊക്കെ കിട്ടും. ഞാൻ കോഴിക്കോടത്തെ കാര്യമാണ് പറഞ്ഞത്. എവിടെ ഒന്ന് വന്നാൽ പാനിപ്പൂരി ടേസ്റ്റ് ഉണ്ടായി വിചാരിച്ച് ട്രൈ ചെയ്യണ്ട, പണി കിട്ടും. നല്ല ഷോസ് ആണ്. നമ്മളിപ്പോൾ മെട്രോയിലേക്കാണ് പോകുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ മാക്സിമം മെട്രോ അല്ലെങ്കിൽ ഊബർ അതിൽ കാര്യങ്ങൾ നടത്താൻ നോക്കുക, ട്രാവൽ. അല്ലാണ്ട് ഇവിടുത്തെ ഓട്ടോക്കാരോ അല്ലെങ്കിൽ ആരെയും വിശ്വസിച്ച് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ തട്ടിപ്പറിക്കും. തമാശല്ല, നല്ല രീതിയിൽ പൈസ വാങ്ങും. മാക്സിമം ഫസ്റ്റ് ടൈം പോകുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും മെട്രോ. പക്ഷേ ഒരു സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചു, ഈസിയാണ്. അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് സ്റ്റേഷനിൽ നിന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇവിടുത്തെ വണ്ടിക്കാർക്ക് തീരെ ബോധമില്ല. നിങ്ങൾ നടക്കം ശ്രദ്ധിക്കുക, ചിലപ്പോൾ മേത്തൊക്കെ തട്ടും ചെറുതായിട്ട്, ചിലപ്പോൾ ചെറുത് വലുതാവാനും സാധ്യതയുണ്ട്. എനിക്ക് 2-3 ചെറിയ തട്ടൽ തട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, വണ്ടിക്കാരൊക്കെ മേത്ത് തട്ടും. നമ്മളെ നാട്ടിൽ അരി നിർത്തി തന്നിട്ട് ക്രോസ് ചെയ്തോ മോനെ എന്നൊന്നും പറയില്ല, തട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ക്രോസ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക ആ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ്, നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോകാൻ. നമുക്ക് ന്യൂഡൽഹി അവിടെയാണ്, ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഭാഗത്താണ് റൂം വരുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെട്രോൻ്റെ അകത്ത് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, സോ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ മെട്രോ വന്നിട്ടുണ്ട്. നമ്മൾ മെട്രോ കയറാൻ പോവാണ്, തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡോർസ് ഇപ്പോൾ തുറക്കും.